ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത മണ്ഡലം ഇടുക്കിയാണ്. ഇടുക്കി മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞതുപോലെ ഒരു UDF അനുകൂല അല്ലെങ്കിൽ UDF നല്ല സ്വാധീനമുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഈ ഇടുക്കി മണ്ഡലം. അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൂവാറ്റുപുഴ, കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട്, ഇത്രയും മണ്ഡലങ്ങളാണ് ഈ ഇടുക്കി മണ്ഡലത്തിൽ ഉൾപ്പെട്ടത്. ഈ 7 മണ്ഡലങ്ങളിൽ മൂവാറ്റുപുഴ അതേപോലെ തൊടുപുഴ ഈ 2 മണ്ഡലങ്ങൾ മാത്രമാണ് നിലവിൽ UDFന്റെ കൈവശമുള്ളത്. ബാക്കി 5 മണ്ഡലങ്ങളും നിലവിൽ LDFന്റെ കൂടെയാണ്. നിയമസഭാ ഇലക്ഷന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു LDF വിജയിക്കുന്നതാണ് പലരും കരുതുക. പക്ഷേ പൊതുവെ UDFന് ഏറ്റവും സ്വാധീനമുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസിന് അതേപോലെ കേരള കോൺഗ്രസിനൊക്കെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഈ ഇടുക്കി മണ്ഡലം. അവിടെ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി UDFന് വേണ്ടി ഡീൻ കുര്യാക്കോസ് 4,98,493 വോട്ട്, അതായത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 54.21% വോട്ട്. LDFന് വേണ്ടി ജോയ്സ് ജോർജ് 3,27,440 വോട്ട്, 35.6%. പിന്നെ BDJ സ്ഥാനാർത്ഥിയായ ബിജു കൃഷ്ണൻ 78,648 വോട്ട്, 8.45%. അവിടുത്തെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 1,71,053 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലൊരു ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഡീൻ കുര്യാക്കോസിന് ലഭിച്ചിരുന്നത്. ഇനി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ആരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ CPMന് വേണ്ടി ജോയ്സ് ജോർജ് ആണ് മത്സരിക്കുന്നത്. UDFന് വേണ്ടി ഡീൻ കുര്യാക്കോസ് ആണ് മത്സരിക്കുന്നത്. BDJSന് വേണ്ടി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ് മത്സരിക്കുന്നത്. ഇത്തവണയും മറിച്ചൊരു റിസൾട്ട് ഇടുക്കി മണ്ഡലത്തിൽ ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാ ചാനലുകളിലും മറ്റും വന്ന സർവേ പ്രകാരം ഇടുക്കി മണ്ഡലം 100% കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഏറ്റവും വേഗത്തിൽ തന്നെ വിജയിച്ച് കയറാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളൊന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ മറിച്ചൊരു മത്സരഫലം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പറഞ്ഞതുപോലെ സർക്കാർ വിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണം പോലത്തെ പ്രശ്നങ്ങൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒരു മണ്ഡലത്തിൽ ഒന്നാണ് ഇടുക്കി. അതുമാത്രമല്ല, ഈ ഡീൻ കുര്യാക്കോസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ഒരു വിരുദ്ധ വികാരം, അതായത് ഡീൻ കുര്യാക്കോസിനോട് കാര്യമായിട്ട് ആർക്കും തന്നെ ഒരു വെറുപ്പോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒരു MP-നോടുള്ള ഒരു ദേഷ്യമോ MP വിരുദ്ധ വികാരമോ ഒന്നും ആ മണ്ഡലത്തിലില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ അത്ര വലിയൊരു ഭൂരിപക്ഷം ചിലപ്പോൾ ഉണ്ടായില്ല എങ്കിലും കൂടെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ, 1,00,000 അടുത്തുള്ള ഭൂരിപക്ഷത്തിൽ തന്നെ ഡീൻ കുര്യാക്കോസ് ജയിച്ച് കയറാനാണ് സാധ്യത. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ഇനി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ആരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ CPMന് വേണ്ടി ജോയ്സ് ജോർജ് ആണ് മത്സരിക്കുന്നത്.